എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധം അധ്യായം 52 ശ്ലോകം 31, 32, 33, 34, 35, 36, 37 7 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഒരു ബ്രാഹ്മണൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതാ ഭഗവാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരണം. ഭഗവാന് ബ്രാഹ്മണരെ വളരെ ബഹുമാനാണ്. എങ്ങനെയുള്ള ബ്രാഹ്മണരെ? അതാ ധർമ്മം അനുഷ്ഠിച്ച് ആ ധർമ്മപ്രകാരം ആ സനാതന ധർമ്മം എങ്ങനെയാണോ ഒരു ബ്രാഹ്മണൻ ജീവിക്കണം എന്ന് പറയുന്നത് അതുപോലെ ജീവിക്കുന്ന ബ്രാഹ്മണരെ. അതെങ്ങനെയുള്ള ബ്രാഹ്മണരെയാണെന്നത് പ്രത്യേകം ഭഗവാൻ വർണ്ണിക്കുകയാണ് ഈ ശ്ലോകങ്ങളിൽ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 31. സന്തുഷ്ടോ യർഹി വർത്തേത ബ്രാഹ്മണോ യേന കേനചിത് സഹി അസ്യ അഖില കാമതു. എനിക്ക് ഇന്നത് കിട്ടണം എന്ന് ഒട്ടും മോഹിക്കാതെ അവനവന്റെ കർമ്മങ്ങൾ ചെയ്യുക. അപ്പൊ അവനവൻ ആ വൃത്തിയായിട്ട് സ്വധർമ്മം അനുഷ്ഠിച്ച് ആ തപോമാഹാത്മ്യത്താൽ എന്ത് ലഭിക്കുന്നുവോ അതുകൊണ്ട് സന്തോഷിച്ച് തൃപ്തിപ്പെട്ട് സ്വധർമ്മത്തിൽ നിന്ന് തെറ്റാതെ നിഷ്ഠയോടുകൂടി ബ്രാഹ്മണൻ എപ്പോൾ ഇരിക്കുന്നുവോ അപ്പോൾ ആ ബ്രാഹ്മണന്റെ ആ സ്വധർമ്മ ശ്രദ്ധാപൂർവകമായ ആ സന്തോഷം സർവ അഭിഷ്ടങ്ങളെയും സാധിപ്പിക്കുന്ന കാമധേനുവിനെ പോലെ ആയിട്ട് വരുന്നു. കാമധേനുവിന്റെ മുമ്പിൽ ചെന്ന് നിന്നാല് എന്താ? ഒന്ന് ചെന്ന് നിന്നാ മതി. അതെന്താ മനസ്സിൽ വിചാരിക്കണമെന്ന് വെച്ചാൽ അതൊക്കെ ലഭിക്കും. അതുപോലെ ആയിത്തീരുന്നു ആ ബ്രാഹ്മണൻ. അവനവന്റെ കർമ്മങ്ങള് ശ്രുതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു ബ്രാഹ്മണൻ എങ്ങനെയാണ് സ്വധർമ്മം അനുഷ്ഠിക്കേണ്ടത്. അതുപോലെ ഒന്നും മോഹിക്കാതെ, ദ്രവ്യം വേണം എന്ന് മോഹിക്കാതെ ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും അദ്ദേഹത്തിന് എന്താ മനസ്സിൽ വിചാരിക്കണം, എന്താണ് ആവശ്യമുള്ളത് എന്ന് വെച്ചാൽ അതെല്ലാം ലഭിക്കും എന്ന് ഉറപ്പിച്ചു പറയണു ഭഗവാൻ. അസന്തുഷ്ടോ അസകൃല്ലോകാൻ ആപ്നോത്യപി സുരേശ്വര അകിഞ്ചനോ വിസന്തുഷ്ട ശേതേ സർവാംഗവിജ്വര. സന്തോഷം തന്നെയാണ് സുഖം എന്നുള്ളത് ഇതാ പറയുന്നു. ദേവേന്ദ്രനായാൽ പോലും തന്റെ സ്വാധീനത്തിലിരിക്കുന്ന ആ സ്വർഗ ഭോഗ സാധനങ്ങളിൽ സന്തോഷിക്കാത്തവനാണെങ്കിൽ ഇനി ഏത് ദിക്കിൽ പോയാൽ ഇതിനേക്കാൾ അധിക സുഖം കിട്ടും എന്നുള്ള വിചാരത്തോടു കൂടി ഒരിടത്തും ഉറച്ചിരിക്കാതെ ഒരു ദിക്കിൽ നിന്ന് ഓരോ ദിക്കിലേക്ക് ഇങ്ങനെ അലഞ്ഞു നടന്ന് കാലം കഴിക്കും. എത്ര സുഖം കിട്ടിയാലും ഇനി ഇതിനേക്കാൾ സുഖം എവിടുന്നാ കിട്ടുക? ഇങ്ങനെ നടന്നാൽ പിന്നെ എവിടെ സുഖം ഉണ്ടാവോ? അപ്പോ പുനരാവൃത്തിയില്ലാത്ത ആ പരമസ്ഥാനം ലഭിക്കാൻ അർഹനായിട്ട് ഭവിക്കില്ല. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും സുഖം കിട്ടില്ല. നേരെ മറിച്ച് ഉണ്ണാനും ഉടുക്കാനും വേണ്ട സാധനങ്ങളോ അതൊന്നും ഇല്ലെങ്കിൽ പോലും മഹാദരിദ്രനാണെങ്കിലും അവന്റെ ആ നിലയിൽ ഇങ്ങനെ സന്തോഷിച്ചിരിക്കാൻ സാധിക്കുന്നവനാണെങ്കിൽ അവൻ യാതൊരു ക്ലേശവും കൂടാതെ സുഖമായിട്ട് കിടന്നുറങ്ങും. എനിക്ക് ഇതേ വിധിച്ചിട്ടുള്ളൂ എന്ന് വിചാരിച്ച് കൂടുതൽ വേണമെങ്കിൽ മോഹമില്ല, പിന്നെ ഒന്നും ചിന്തിക്കാനില്ലല്ലോ. ആശാഹി പരമം ദുഃഖം അല്ലെ, ആശ ഉണ്ടെങ്കിലാണ് ദുഃഖം ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് എന്ന് വിചാരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ? പിന്നെ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. കയ്യ് കാല് മുതലായിട്ടുള്ള യാതൊരു അവയവങ്ങളെയും അവൻ ക്ലേശിപ്പിക്കില്ല. അതുകൊണ്ട് ധനാദി സമൃദ്ധിയിൽ സുഖമെന്നോ ധനം ധാരാളം ഉണ്ടായതുകൊണ്ട് സുഖം ഉണ്ടാവും എന്ന് വിചാരിക്കാൻ പറ്റും? ദരിദ്രൻ ആ ദരിദ്രന് ദുഃഖാണ് എന്ന് വിചാരിക്കാൻ പറ്റും? അതൊന്നുമില്ല. ആര് സ്വന്തം നിലയിൽ സന്തോഷിക്കുന്നുവോ അവൻ സുഖി, അവനാണ് സുഖമായിട്ട് ജീവിക്കണം. അല്ലാത്ത ആളെ എപ്പോഴും ദുഃഖിക്കുന്നവൻ, അത് കിട്ടിയില്ലല്ലോ, എത്ര കിട്ടിയാലും പിന്നെയും കൂടുതൽ കിട്ടണമെന്ന് വിചാരിക്കുന്ന ആൾക്ക് എവിടെ സുഖം? ഇല്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ആൾ തന്നെയാണ് സുഖമായിട്ട് ജീവിക്കുന്നത്. മനസ്സിന്റെ സുഖം തന്നെയാണ് ഏറ്റവും സുഖം. ഭഗവാൻ അതിങ്ങനെ പറഞ്ഞു ബ്രാഹ്മണനോട് എന്നുള്ള നിലയില് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയണത്. വിപ്രാൻ സ്വലാഭ സന്തുഷ്ടാൻ സാധൂൻ ഭൂത സുഹൃത്തമാൻ നിരഹങ്കാരിണ ശാന്താൻ നമസ്യേ ശിരസാസ അസകൃൽ. ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന സ്വധർമ്മനിരതനായ ബ്രാഹ്മണൻ
എനിക്കും പൂജ്യൻ ആണ് എന്നുള്ള തന്റെ അഭിപ്രായം ഭഗവാൻ സ്പഷ്ടമായിട്ട് പറയുന്നു. അനായാസേന സിദ്ധിക്കുന്നത് കൊണ്ട് സന്തോഷിച്ചും സ്വധർമ്മത്തിൽ നിന്ന് തെറ്റാതെ സദാചാരങ്ങൾ നിർവഹിച്ചും സകല പ്രാണികളെയും പരമാർത്ഥമായി സ്നേഹിച്ചും സ്വദേഹത്തെക്കുറിച്ച് ഞാൻ ബ്രാഹ്മണൻ, മറ്റുള്ളവര് നികൃഷ്ടൻ എന്ന് വിചാരിച്ച് അഹങ്കരിക്കാതെ സർവത്ര സമനായിരിക്കുന്ന എന്നിൽ ബുദ്ധി ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മണരെ ഞാൻ എപ്പോഴും ശിരസ്സുകൊണ്ട് വീണ്ടും വീണ്ടും നമസ്കരിക്കണം. ഇതിലിപ്പോ ഏതെങ്കിലും ഒരു ഗുണം തികഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നമസ്കരിക്കണം, എല്ലാ ഗുണവും തികഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നമസ്കരിക്കണം എന്ന് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഭഗവാൻ പറയണത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ശിരസ് കൊണ്ട് നമസ്കരിക്കണു, വാക്കുകൊണ്ട് മാത്രല്ല എന്ന് സ്പഷ്ടമായിട്ട് ഇതാ ഭഗവാൻ പറഞ്ഞത്. അതുകൊണ്ട് കച്ചിത് വക്കുശലം ബ്രഹ്മൻ രാജതോ യസ്യ ഹി പ്രജാഃ സുഖം വസന്തി വിഷയേ പാല്യമാനാ സമേ പ്രിയ. അങ്ങനെ സുഖമായിട്ട് സ്വധർമ്മം ചെയ്തുകൊണ്ട് വേറെ ഒന്നും ആഗ്രഹിക്കാതെ അങ്ങനെ ജീവിക്കുന്ന ബ്രാഹ്മണരെ രക്ഷിക്കേണ്ടത് രാജാവിന്റെ ചുമതലയാണ്. ആ രാജ്യത്തെ രാജാവിന്റെ ചുമതലയാണ് എന്നതാ പ്രത്യേകം ഓർമ്മിപ്പിക്കണം. ഭഗവാൻ പറയണു, ഹേ ബ്രാഹ്മണ, രാജാവിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും സിദ്ധിക്കാറില്ലേ? നിങ്ങളുടെ തപസ്സിന് വിഘ്നം വരാത്ത വിധത്തിൽ സകല ഉപദ്രവങ്ങളും തീർത്ത് നിങ്ങളെ രാജാവ് കാക്കുന്നുണ്ടോ? ഏതു രാജാവിന്റെ ദേശത്തിലിരിക്കുന്ന ജനങ്ങൾ അദ്ദേഹത്തിന്റെ രക്ഷാസാമർഥ്യ നിമിത്തം ക്ലേശം കൂടാതെ സുഖമായിരിക്കുന്നുവോ, ആ രാജാവ് എനിക്ക് പ്രിയപ്പെട്ടവനാണ്. യതസ്ത്വമാഗതോ ദുർഗം നിസ്തീര്യേ ഹയദിച്ഛയാ സർവം നോ ബ്രൂഹ്യ ഗുഹ്യം ചേത് കിം കാര്യം കരവാമതേ. അങ്ങ് ഏത് ദിക്കുന്നാ വരണത്? സമുദ്രമൊക്കെ കടന്ന് അത്ര ദൂരത്തുനിന്നാണോ വരണത്? ക്ലേശങ്ങളൊക്കെ സഹിച്ച് അതിന്റെ ഉദ്ദേശം എന്താണ്? ഇത്ര ദൂരത്തുനിന്ന് അങ്ങ് ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താണ്? അങ്ങ് രഹസ്യമല്ല എന്ന് വെച്ചാൽ അതൊക്കെ എന്നോട് പറയൂട്ടോ. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത് പറയൂ. ഏവം സംപൃഷ്ട സംപ്രശ്നോ ബ്രാഹ്മണ പരമേഷ്ഠിന ലീലാഗൃഹീത ദേഹേന തസ്മൈ സർവമവർണ്ണയൽ. ഭഗവാൻ ഇതൊക്കെ അറിയാത്തതാണ്. എല്ലാം അറിഞ്ഞിരിക്കുന്നവനാണെങ്കിലും ഭഗവാൻ ശ്രീകൃഷ്ണൻ മനുഷ്യനാട്യത്തിനായി സ്വീകരിച്ചിരിക്കുന്ന ഈ അവതാരത്തിന്റെ ആ പ്രയോജനം സിദ്ധിക്കാൻ വേണ്ടിയിട്ട് ബ്രാഹ്മണനോട് അറിയേണ്ട എല്ലാ സംഗതിയും അതീവ ആദരത്തോടെ ധർമ്മം തെറ്റാത്ത നിലയിൽ അങ്ങനെ ചോദിച്ചു. അപ്പോൾ അതാ ബ്രാഹ്മണൻ രുക്മിണി പറഞ്ഞ സംഗതികളൊക്കെ രുക്മിണിയുടെ ആ സന്ദേശ രൂപത്തിൽ ഭഗവാനോട് വിസ്തരിച്ച് ധരിപ്പിക്കുകയാണ് ബ്രാഹ്മണൻ. ആ സന്ദേശം അങ്ങോട്ട് കൊടുക്കുകയാണ് രുക്മിണിയുടെ. രുക്മിണ്യുവാച ശ്രുത്വാ ഗുണാൻ ഭുവനസുന്ദര ശൃണ്വതാം തേ നിർവിശ്യ കർണവിവരേ ഹരതോംഗതാപം രൂപം ദൃശിമതാമഖിലാർത്ഥലാഭം ത്വയ്യച്യുതാ വിശദേ ചിത്തം അപത്രവം മേ. രുക്മിണിയുടെ സന്ദേശം ബ്രാഹ്മണൻ കേൾപ്പിക്കണു ഭഗവാന്. വിദർഭരാജ്യത്തെ രുക്മിണി ദേവി അങ്ങേക്കുമായിട്ട് ഒരു സന്ദേശം തന്നയച്ചിട്ടുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് ബഹുമാനപൂർവ്വം അത് കയ്യിൽ കൊടുക്കാൻ ഭാവിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു, അത് വേണ്ട, അത് അങ്ങ് തന്നെ അങ്ങോട്ട് വായിച്ചോളൂ, ഞാൻ കേട്ടോളാം എന്ന് ഭഗവാൻ പറഞ്ഞപ്പോ ഇതാ ബ്രാഹ്മണൻ കത്ത് ആ മുദ്ര പൊട്ടിച്ച് വായിക്കാണ്. ബ്രാഹ്മണൻ തന്നെ ആദ്യം തന്നെ കത്തിൽ എഴുതിയിട്ടുള്ളത് കുലകന്യകമാർക്ക് ഉചിതമായ ലജ്ജ ഉപേക്ഷിച്ച് ഇങ്ങനെ കത്തയക്കാനുള്ള കാരണം അത് പ്രതിപാദിക്കുന്ന ഒരു ശ്ലോകമാണ് ആദ്യത്തെ. ശീലം കൊണ്ടും ആകൃതി കൊണ്ടും സർവ്വജനങ്ങളെയും ആകർഷിക്കുന്ന ലോകോത്തര സൗന്ദര്യമുള്ള ഹേ ഭുവന സുന്ദര, അങ്ങയുടെ ഗുണങ്ങളെയും ശരീര സൗഷ്ഠവ സ്വരൂപമായ സൗന്ദര്യാദികളെയും കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ചിത്തം മറ്റു യാതൊന്നിനെയും ആലോചിക്കാതെ അങ്ങയിൽ ആസക്തിയുക്തമായിട്ട് സർവദാ അങ്ങയിൽ തന്നെ മുങ്ങിക്കിടക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ലജ്ജ കൂടാതെ ഇങ്ങനെ ഒരു കത്തയക്കാൻ കാരണമായത്. ഇത് ഭഗവാനെ അങ്ങയുടെ രൂപസ്വഭാവ ഗുണപ്രഭാവ നിമിത്തം സംഭവിച്ചതാണ്, അല്ലാതെ എൻ്റെ ദോഷ നിമിത്തമൊന്നുമല്ല എന്ന് പറയുന്നത്. കുലീന കന്യകകള് കുലസമ്മതനല്ലാത്ത പുരുഷനെ മനസ്സാവി സ്മരിക്കില്ല.
ഞാനാകട്ടെ ലജ്ജ തീരെ ഉപേക്ഷിച്ച് പുരുഷോത്തമനായ അങ്ങയോട് പ്രത്യക്ഷമായി പ്രാർത്ഥിക്കുക തന്നെ ചെയ്യുന്നു. ഇത് എൻ്റെ ഒരു ദോഷമാണെന്ന് വിചാരിക്കരുത്. അതാണ് എൻ്റെ അർത്ഥം. ഹേ അച്യുത, അങ്ങയുടെ ഗുണങ്ങൾ കേൾക്കുന്നവരുടെ കർണരന്ധ്രങ്ങളിൽ കൂടി ഹൃദയത്തിൽ പ്രവേശിച്ച് അവരുടെ സകല സന്താപങ്ങളെയും ബലാത്കാരേണ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കി പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത പരമാനന്ദം അവർക്ക് നൽകുന്നു. കണ്ണുള്ള ജനങ്ങളുടെ കണ്ണുകൾ കൊണ്ട് അങ്ങയുടെ ആകൃതി വിശേഷം കാണുന്നതായാൽ പിന്നെ അവർക്ക് കാണേണ്ടതായ വിശേഷ രൂപം വേറെ യാതൊന്നുമില്ല. ഇങ്ങനെ നേത്ര സാഫല്യപ്രദമായ സൗന്ദര്യം മുതലായ ഗുണങ്ങൾ കേട്ട് ആനന്ദിച്ചിരിക്കുന്ന എൻ്റെ മാനസികമായ അപരാധം കരുണാപൂർവം ക്ഷമിച്ച് എന്നെ അനുഗ്രഹിക്കണം. അതാണ് രുക്മിണി പറഞ്ഞതിൻ്റെ സാരം. മാത്രമല്ല, അത് അച്യുത എന്നുള്ള സംബോധന ഉണ്ടല്ലോ, നശിക്കണ ഒരു മർത്തിനെയല്ല ഞാൻ കാക്ഷിക്കുന്നത്, ഒരു കാലത്തിലും ഒരു വിധത്തിലും നാശമില്ലാത്ത നിത്യാനന്ദ സ്വരൂപനെ ഞാൻ കാക്ഷിക്കണു എന്നാണ് ആ രുക്മിണി പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെതാ ആ ഭുവനസുന്ദര എന്ന് പറഞ്ഞില്ലേ, ഏതൊരു രൂപം കണ്ടു കഴിഞ്ഞാൽ പിന്നെ കാണേണ്ടതായിട്ട് യാതൊന്നും അവശേഷിക്കുന്നില്ലയോ, ആ ലോകോത്തര സുന്ദര സ്വരൂപത്തെയാണ് ഞാൻ കാക്ഷിക്കുന്നത് എന്ന് ആ ഭുവനസുന്ദര എന്ന സംബോധന കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു രുക്മിണി. ബാക്കിയുള്ള ശ്ലോകങ്ങള്, മനോഹരമായ ആ ശ്ലോകങ്ങള് നമുക്ക് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.